സോളാർ കേസിൽ ബിജു രാധാകൃഷ്ണന്റെ കോഴ്സ് വിസ്താരം ഇന്ന് നടക്കും. സോളാർ കേസിലെ കക്ഷികൾ ബിജുവിനെ ഇന്ന് വിസ്തരിക്കും. സരിത എസ് നായരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ലൈംഗികമായി ഉപയോഗിച്ചുവെന്ന് സോളാർ കമ്മീഷന് മുമ്പാകെ ബിജു രാധാകൃഷ്ണൻ മൊഴി നൽകിയിരുന്നു. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, AP അനിൽകുമാർ, ഹൈബി ഈഡൻ MLA, ആര്യാടൻ ഷൗക്കത്ത്, AP അബ്ദുള്ളക്കുട്ടി MLA PA, സഫറുള്ള എന്നിങ്ങനെ 5 പേർ സരിതയുമായി കിടക്കറ പങ്കിടുന്ന ദൃശ്യങ്ങൾ സരിത അറസ്റ്റിലായ ശേഷം മുഖ്യമന്ത്രിയെ കാട്ടിയിരുന്നതായി ബിജു രാധാകൃഷ്ണൻ മൊഴി നൽകി. നേരത്തെ നൽകിയ പട്ടികയിലെ 6ാമത്തെയാൾ ആരെന്ന ചോദ്യത്തിനുത്തരമായാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പേർ ബിജു വെളിപ്പെടുത്തിയത്. അദ്ദേഹം തന്നെ ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാലാണ് മുഖ്യമന്ത്രിയെ കാണിക്കാതിരുന്നത്. സരിത അറസ്റ്റിലാവുന്നതിന് 2 ആഴ്ച മുമ്പാണ് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന പെൻഡ്രൈവ് തനിക്ക് ലഭിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്ത ദൃശ്യങ്ങളുടെ പതിപ്പ് തന്റെ കൈവശമുണ്ടെന്നും ആവശ്യം വന്നാൽ ഹാജരാക്കാമെന്നും ബിജു കമ്മീഷനിലും പിന്നീട് മാധ്യമങ്ങളോടും പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദൃശ്യങ്ങൾ കയ്യിലുണ്ടോ? പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ്. എല്ലാ കാര്യങ്ങളോടും നിങ്ങളോട് സഹകരിക്കാൻ ഞാൻ പക്ഷേ ഞാൻ സരിത ശ്രീധരൻ നായർ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച, എറണാകുളത്തെ ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച, ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂരിന്റെ പക്കൽ പെൻഡ്രൈവ് ലഭിച്ചിരുന്നു തുടങ്ങിയ വിവരങ്ങൾ ബിജുവിന്റെ മൊഴിയോടെ സ്ഥിരീകരിക്കപ്പെട്ടതായി കേസിൽ കക്ഷികളായ അഭിഭാഷകരും പറഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കൈവശമുള്ള പെൻഡ്രൈവ് പുറത്തു വന്നാൽ പുതുപ്പള്ളിക്കാരൻ വീഴുമെന്ന് എല്ലായിടത്തും സംപ്രേഷണം ചെയ്തതാണ്. അതിനെ ആധികാരികമായി ഉറപ്പിക്കുന്നതാണ് ഇന്നിവിടെ നടത്തിയത്. തന്റെ മരണമൊഴി എന്ന ആമുഖത്തോടെയാണ് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മൊഴി നൽകിയത്. വ്യാഴാഴ്ചയും ബിജുവിന്റെ മൊഴിയെടുപ്പ് തുടരും. 7-ന് കമ്മീഷൻ സരിത എസ് നായരുടെയും മൊഴി രേഖപ്പെടുത്തും. റിപ്പോർട്ടർ, കൊച്ചി.